മുസ്ലിമീങ്ങളായ ആളുകളുടെ വിവാഹങ്ങൾ തന്നെ നടക്കുമ്പോൾ ഇവിടെ സയ്യിദന്മാരും ഉസ്താദുമാരും ദുആ ചെയ്ത് നിക്കാഹ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുന്നതോടുകൂടെ തുടങ്ങും കുട്ടും പാട്ടും പരിപാടികളൊക്കെ അല്ലേ. എന്താണ് ഈ വാദം കൊണ്ട് കാര്യം? എന്താണ് പ്രഭാഷണം കൊണ്ട് പിന്നെ കാര്യം? ഖുതുബത്ത് നടക്കുന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് മിക്സായി സദസ്സിലിരിക്കുന്ന ബന്ധുക്കൾ കാണാൻ ഹലാലായ ആളുകൾ മാത്രമായിരിക്കില്ലല്ലോ, പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ മുമ്പിൽ പുതിയ പെണ്ണും പുതുനാട്ടിയും പുതുമാരനും ഒക്കെ ഒരുമിച്ച് നിന്ന് ക്യാമറകളുടെ മുമ്പിൽ നൃത്തവും സംഗീതവും ചലനങ്ങളും കെട്ടിപ്പിടിക്കലും ആലിംഗനങ്ങളും ചുംബനങ്ങളും ഇതിനൊന്നും ഒരു മടിയില്ലാതെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന സംവിധാനങ്ങളിൽ പോലും ഇങ്ങനെയായി മാറുമ്പോ ഇതൊരു വലിയ ദുരന്തമല്ലേ? ഇത് വലിയൊരു ദുരന്തമല്ലേ? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയാ? ഉസ്താദുമാർ ഫാത്തിഹ ഓതി ഫാത്തിഹ വിളിച്ച് 3 ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അല്ലാഹുമ്മ ബാരിക് ലിഹാദൈനി സൗജൈൻ. പടച്ചവനെ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും നീ ബറക്കത്ത് ചെയ്യണേ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. പടച്ചവനെ സന്തോഷത്തിലും ആഫിയത്തിലും ലുതുഫിലും സന്തോഷത്തിലും ഈ രണ്ട് ജീവിതങ്ങളെ ഒരുമിപ്പിക്കണമേ എന്ന് ദുആ ചെയ്ത് ഇറങ്ങുന്ന സദസ്സിലാണ് പിന്നെ പടച്ചവന് ഇഷ്ടമില്ലാത്ത പരിപാടികൾ നടക്കുന്നത് അല്ലേ. ഹലാലായ ചെറിയ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുന്നത് അത് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാ. കല്യാണത്തിന് തന്നെ ആവണമെന്നാണ്. വിവാഹം മരണപ്പെട്ട പോയ വീടിനെ പോലെ ആവേണ്ടതില്ല. സന്തോഷവും ചിരിയൊക്കെ വേണം. ഇതിനെമറിച്ച് മുതിർന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയായവർ, അത് ഹയർ ചെയ്ത് കൊണ്ടുവരുന്നവര്, നമ്മുടെ പുതുനാട്ടിയുടെ കൂട്ടുകാരികൾ, അവരുടെ നാട്ടുകാർ, ബന്ധുക്കൾ അടക്കം അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് മിങ്കിളായി നിന്നുകൊണ്ട് നമ്മുടെ വിവാഹങ്ങളൊക്കെ ഇന്ന് മലിനമായി കൊണ്ടിരിക്കുകയല്ലേ. ഇത് സമൂഹത്തിൽ നിന്ന് പറയുമ്പോൾ മഹല്ലുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. മഹല്ല് സംവിധാനങ്ങൾക്ക് ഇതിന് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയണം. മാതൃകകൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ കാലാകാലങ്ങളിൽ ഇത് കൂടുകയല്ലേ പിന്നെ ചെയ്യുന്നത്? കുറയോ? ഒരിക്കലും കുറയില്ല.